കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ദാനമായ ഈ പുതിയ ദിവസം ഏറ്റവും സന്തോഷത്തോടെ തന്നെ ഓരോ നിമിഷങ്ങളും നിങ്ങൾ ഓരോരുത്തരുമായിരിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഭയാനകമായ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓരോ ദിവസവും. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മളൊക്കെ വളരെ അഭിമാനത്തോടെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളം തന്നെയാണോ ഇത് എന്ന് നമുക്ക് ചിലപ്പോൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ സംശയം തോന്നും. ഇത് ദൈവത്തിൻ്റെ നാട് എന്ന പേര് മാറ്റി പിശാചിൻ്റെ നാട് എന്നാക്കുവാൻ എത്രത്തോളം പിശാച് പരിശ്രമിക്കുന്നുവെന്ന് ദേശനിവാസികളായ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ തലമുറകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർചിന്തയ്ക്കായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കട്ടെ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നിങ്ങളുടെ തലയിലെ മുടികളും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനം നമുക്ക് ഉറപ്പു തരുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി ആഭരിക്കുന്നു എന്ന് വചനം ഉറപ്പു തരുമ്പോൾ തന്നെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ഇങ്ങനെയുള്ള അനേക വാക്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി രേഖപ്പെടുത്തിയിരിക്കെ, ഇതൊക്കെ ദൈവത്തിൻ്റെ വചനമാണെന്ന് ഉറപ്പുള്ളവരായ നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികളിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്ന് എന്തുകൊണ്ട് നമുക്ക് സ്വയം വിശ്വസിച്ചുകൂടാ? ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ അവശ്യം പാലിക്കേണ്ടതും, അറിഞ്ഞിരിക്കേണ്ടത് മാത്രമല്ല പാലിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ 3 വാക്കുകളാണ് ഞാൻ വായിച്ച വാക്യത്തിലുള്ളത്. 1, എപ്പോഴും സന്തോഷിക്കണം. 2, ഇടവിടാതെ പ്രാർത്ഥിക്കണം. 3, എല്ലാറ്റിലും സ്തോത്രം ചെയ്യണം. ഈ 3 വാക്കുകളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. എപ്പോഴും സന്തോഷിക്കാത്ത ഒരാൾക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. ചില ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അല്ല, നമ്മൾ തന്നെ ചിലപ്പോൾ പറയാറില്ലേ? പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല, പ്രാർത്ഥനയിൽ ഏകാഗ്രത കിട്ടുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു, ഞാൻ വളരെ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ചെറുതും വലുതുമായ കഷ്ടങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നെങ്കിൽ അപ്പോസ്തലനായ യാക്കോബ് പറയുന്ന വാക്കുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ് കാരണം എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം: നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ സന്തോഷം നിലനിർത്താൻ കഴിയാതെ പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനും കഴിയാതെ പോകുന്നു. ഏലിയാവിൻ്റെ പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥനയായിരുന്നുവെന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിലും ആ ചെറിയ പ്രാർത്ഥന കൊണ്ട് സംഭവിച്ച അത്ഭുതം എന്തായിരുന്നെന്ന് അറിയാത്തവരല്ലല്ലോ നമ്മൾ. ഇങ്ങനെ ശക്തനായ പ്രാർത്ഥനാവീരൻ, ഉറച്ച ദൈവവിശ്വാസി, ദൈവത്തിൻ്റെ അത്ഭുതം നേരിൽ കണ്ടിട്ടുള്ളയാൾ, എങ്കിൽ പോലും ഒരു പ്രത്യേക സാഹചര്യം നേരിടേണ്ടി വന്നപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിന് പകരം താൻ ഇങ്ങനെയാണ് പറയുന്നത്: ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലല്ലോ. താൻ കേട്ട ആ ചെറിയ വെല്ലുവിളി തൻ്റെ ഉള്ളിലെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി. അങ്ങനെയാണ് തൻ്റെ പ്രാർത്ഥന മറന്നിട്ട് ചൂരച്ചെടിയുടെ അടിയിൽ ചെന്ന് മരിക്കാൻ ഇച്ഛിച്ചത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് എപ്പോഴും സന്തോഷിക്കണം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ എന്ത് കണ്ട് സന്തോഷിക്കാനാ? ചിലരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു പരിധിവരെ പല കാര്യങ്ങളും ശരിയാ. എങ്കിൽ പോലും നേരിടുന്ന സങ്കടത്തെ അല്ല വലുതായി കാണേണ്ടത്, ദൈവത്തെ തന്നെയാണ് വലുതായി കാണേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ നേരിടുന്ന കഷ്ടങ്ങൾ, അല്ലെങ്കിൽ താൻ നേരിടുന്ന കഷ്ടങ്ങൾ, തിരുവചനത്തിൽ അനേക ഇടങ്ങളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ കഷ്ടങ്ങളെല്ലാം കോർത്തിണക്കിയിട്ട് ഒരു ചെറിയ വാക്കിലാണ് താൻ അത് ചേർത്ത് വച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. കാരണം തനിക്കറിയാം, ഇവിടെ ഏതെല്ലാം നിലയിൽ സുഖലോലുപതയിൽ കഴിഞ്ഞാലും, എത്ര കഷ്ടത്തിലൂടെ കടന്നുപോയാലും ഒടുവിൽ പ്രാപിച്ചെടുക്കേണ്ടത് നീതിയുടെ കിരീടമാണ്. ആ ഉറപ്പാണ് പൗലോസിനെ സകല കഷ്ടങ്ങളിലും സന്തോഷിക്കുവാൻ പ്രേരിതനാക്കുന്നത്. കഷ്ടങ്ങളുടെ മധ്യത്തിൽ പല സമയങ്ങളിലും അപ്പോസ്തലൻ പറയുന്നത് സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ.
ദൈവം നമുക്ക് നൽകുന്ന ഈ ചെറിയ ആയുസ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പാനും ഇടപെടാതെ പ്രാർത്ഥിപ്പാനും എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവാനും ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.